ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എ ചാനൽ. നിങ്ങളൊരു മിഡ് ലെവൽ സീനിയർ ലെവൽ പ്രൊഫഷണലാണോ? നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യണോ? നമ്മളെല്ലാവരും ജോലിക്ക് ട്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നല്ല മനോഹരമായ CV ഉണ്ടാക്കും. ഈ CV ഉണ്ടാക്കാനായിട്ട് പലതരം മെത്തേഡ്സ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രൊഫഷണൽ CV റൈറ്റേഴ്സിൻ്റെ സഹായം എടുക്കും, ചിലപ്പോൾ ഗൂഗിളിൽ നിന്ന് നമ്മൾ ഫോം എടുക്കും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡാണ് നമ്മൾ ChatGPT ഉപയോഗിച്ചിട്ട് ചെയ്തത്. അപ്പോൾ ChatGPT ഉപയോഗിച്ചിട്ട് CV എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ വഴി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നിഷാദ് കരീം, ഞാനൊരു ട്രെയിനറും ബിസിനസ് കോച്ചുമാണ്. ഈ അടുത്ത കാലത്ത് നമ്മളൊരു സീനിയർ റിക്രൂട്ടേഴ്സുമായിട്ടൊരു ഡിസ്കഷൻ നടത്തിയപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ഈ CV വരുമ്പോൾ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള CVs കൊണ്ടാണ് പല ആളുകളും വരുന്നത്. പക്ഷേ ആ CVയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവരൊരു പ്രോബിംഗ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് നടത്തുമ്പോൾ പല ആളുകൾക്കും അതിനെക്കുറിച്ച് പറയാനും എക്സ്പ്ലെയിൻ ചെയ്യാനും അത് അവരുടെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഈ ChatGPT ഡയറക്റ്റായിട്ട് CVയിൽ എഴുതുന്ന നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്യുന്നതുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ്. നമ്മളെപ്പോഴും നമുക്ക് ഒരുപാട് എനേബിളേഴ്സ് ഉണ്ട്, അതിൻ്റെ ഹെൽപ്പ് നമുക്ക് എടുക്കാം. പക്ഷേ CV പോലുള്ള നിങ്ങളുടെ ജോലി എടുക്കാനായിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ അസസ് ചെയ്യുന്ന സമയത്ത് ദ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ആദ്യം നിങ്ങളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം അത് നിങ്ങൾ റിലേറ്റ് ചെയ്യണം നിങ്ങളുടെ ജോബുമായിട്ട്. എന്നിട്ട് ഒരു ChatGPTയുടെ ഹെൽപ്പ് എടുക്കുന്നതിൽ തെറ്റില്ല, ഓൺലി ടു മേക്ക് എ റീഡ് ഗുഡ് വൺ. അതായത് നിങ്ങൾ എഴുതുന്ന ഡോക്യുമെന്റ് ഒരു നല്ലതാക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സർവീസസ് എടുക്കാം. പക്ഷെ പലപ്പോഴും നമ്മൾ അതിൻ്റെ പാരാഫ്രൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വേർഡ്സ് മാറിപ്പോകും. അപ്പോൾ ഈ വേർഡ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും പല ആളുകൾ ചിലപ്പോൾ ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ ചെയ്തത്, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് എന്താണെന്ന്. അപ്പോൾ അതിനെ നമ്മുടെ റിയൽ ടൈം ജോബ് എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, എസ്പെഷ്യലി മിഡ് ലെവലും സീനിയർ ലെവൽ ആളുകളും. കാരണം ഈ ഓർഗനൈസേഷൻസിൽ പല ഈ ഹയറിംഗ് മെത്തേഡാണ് ചെയ്യുന്നത്. ചില ആളുകൾ ഒരുപാട് പ്രോബ് ചെയ്യും, ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ കോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സജഷൻസ് പറയുന്നത്. അപ്പോൾ ഇത് ChatGPT ഉപയോഗിക്കുമ്പോൾ അത് എഴുതുന്ന ഓരോ വേർഡ്സും നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ അച്ചീവ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇലസ്ട്രേഷൻ വളരെ ജെനുവിനായിട്ട് പറയാനായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ ഇൻ്റർവ്യൂവിന് പോകാൻ പാടുള്ളൂ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.